ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ സാധനം വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ്. ആദ്യം നമുക്ക് പഴമൊക്കെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരക്കുന്ന സമയത്ത് 3-4 സ്പൂണ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമാകാണ്ട് ശ്രദ്ധിക്കണേ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെയാണ് ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 റാണി വെല്ലാണ്. ഇത് നമുക്ക് അലിയിച്ചെടുക്കാനുള്ളതാണ്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് നമുക്ക് 5-6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത പഴം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാനുള്ളതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള പഴത്തിൻ്റെ ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനുള്ളതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ വെല്ലം അവിടെ നല്ലോണം അലിയിച്ചെടുക്കാൻ വേണ്ടി വെച്ച വെല്ലം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. വെല്ലം ചിലപ്പം കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് അരിച്ചെടുത്ത വെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെയാണ് നട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇഡ്ഡലി തട്ടാണ് ഇതിലേക്ക് ആവശ്യം. ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ എല്ലാത്തിലും നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ഇതിൽ വന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ കഴിച്ചാലേ ഇതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ പറയാൻ കഴിയും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ. കൂടുതലാവാണ്ട് നോക്കണേ. നമ്മൾ ഇഡ്ഡലി തട്ടിനനുസരിച്ച് മാവ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതലായിട്ട് കുറേയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ലേ. ഇതിനൊരു മാക്സിമം നിങ്ങളത് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ തട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ തട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടും കേട്ടോ. കിണ്ണത്തപ്പം തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ പറയലെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പറയൽ. അതുപോലെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അതുപോലെയും ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് അണ്ടിയും മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുക. നമ്മളെ കുട്ടികളൊക്കെ കണ്ടാൽ അതിനൊരു പ്രത്യേക അവർക്കൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. നമുക്കിതുപോലെ എല്ലാം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിത് വെന്ത് കിട്ടാനുള്ള ടൈം എന്ന് വെച്ചാൽ 20-25 മിനിറ്റാണ്. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മണമൊക്കെ ഇതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് തണ്ണതിന് ശേഷം നമുക്കിതുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം നെയ്യ് പുരട്ടിയതാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. കണ്ടോ, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് തന്നെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.